സന്നിധാനത്ത് ഇടവിട്ടുള്ള മഴ തുടരുന്നു. നീരൊഴുക്ക് കുറഞ്ഞതിനാൽ പമ്പയിൽ കുളിക്കുന്നതിനുള്ള നിയന്ത്രണം അവസാനിപ്പിച്ചു. 7 മണിവരെ 1/4 ലക്ഷത്തിലേറെ ഭക്തരാണ് മല കയറിയത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സരീഷ് PK ചേരുന്നു. സരീഷ്, സന്നിധാനത്തെ മഴ അവിടെ തീർത്ഥാടനത്തെയോ മറ്റ് ക്രമീകരണങ്ങളെയോ ഒക്കെ ബാധിക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഇന്നലെ വളരെ വലിയ രീതിയിൽ മഴ സന്നിധാനത്തും ഒപ്പം തന്നെ പമ്പയിലുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ 6 മണി മുതൽ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഏതാണ്ട് തെളിഞ്ഞൊരു കാലാവസ്ഥയിലേക്ക് 2 ദിവസം മുൻപ് എങ്ങനെയായിരുന്നു ആ ഒരു കാലാവസ്ഥയിലേക്ക് സന്നിധാനവും പരിസരവും മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ എണ്ണത്തിൽ കാര്യമായ വർധനമുണ്ടാവുന്നുണ്ട്. ഈ 7 മണി അല്ലെങ്കിൽ 8 മണി ആവുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് 30,000-ഓളം ആളുകളാണ് മല കയറിയത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള സന്നിധാനത്തിന് പുറകിലെ ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള സ്ഥലത്തെ തിരക്ക് കാണാം. 18-ാം പടി ചവിട്ടി വന്ന് അയ്യപ്പന് ദർശിക്കുന്നതിന് മുന്നോടിയായാണ് ഈ ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള തിരക്ക്. ഇന്നലെ ഇത്രത്തോളം തിരക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നലെ മാത്രം ഏതാണ്ട് 86,000-ലേറെ ആളുകൾ ദർശനം നടത്തി മടങ്ങി എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ പോലീസിൻ്റെയും കണക്ക്. സമാനമായൊരു തിരക്ക് ഇന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഞായറാഴ്ച എത്രത്തോളം തിരക്കുണ്ടായിരുന്നില്ല, കാരണം അന്ന് വലിയ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെയും ഒപ്പം തന്നെ മുതിർന്നവരെയും മല കയറ്റുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്നലെയും ഇന്നും ആ നിയന്ത്രണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രാവിലെ മുതൽ ഈ തിരക്കുണ്ടാവുന്നത്. ഇന്നലെ ചില നിയന്ത്രണങ്ങൾ പ്രത്യേകമായി പമ്പയിൽ ഉൾപ്പെടെ, അതായത് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പമ്പയിൽ ഉൾപ്പെടെ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പമ്പയിൽ ഇറങ്ങരുത്, ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ, അതായത് ഈ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പമ്പയോടൊപ്പം തന്നെ മറ്റ് നദികളിലൊന്നും തന്നെ ഇറങ്ങരുത്, കുളിക്കടവുകൾ ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ പരമ്പരാഗത കാനനപാതയിൽ ഇന്നും ഈ യാത്ര ചെയ്യുന്നതിന്, അതായത് എരുമേലി മുതൽ പമ്പ വരെയുള്ള പരമ്പരാഗതമായ കരിമല എന്ന് വിളിക്കുന്ന കാനനപാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുല്ലുമേട് വഴിയുള്ള യാത്രയും ഇന്നലെയും ഇന്നും താൽക്കാലികമായി നിയന്ത്രിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മഴ മാറി നിൽക്കുകയാണെങ്കിൽ നാളെ മുതൽ വീണ്ടും പരമ്പരാഗത കാനനപാത വഴിയുള്ള യാത്ര പുനരാരംഭിക്കും എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ നല്ല തിരക്ക് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ പമ്പയിലും സമാനമായൊരു തിരക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ രാത്രി എത്തി മല കയറാൻ നിന്നിരുന്നവർ അവരെല്ലാം തന്നെ മഴ കാരണം കൂടുതലായി ഇന്നലെ മല കയറിയിരുന്നില്ല. അതിന് പകരം ഇന്ന് രാവിലെയാണ് അവരെല്ലാം തന്നെ മല കയറുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ, അതായത് ഇന്നലെ വൈകിട്ട് മുതൽ എത്തിയവരെല്ലാം തന്നെ ഇന്ന് രാവിലെ എത്തി ദർശനം നടത്തുക എന്നൊരു ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി ഇവിടെ എത്തിയവർ മുഴുവനായി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ രാത്രി ഏറെ വൈകിയും തുടർച്ചയായി മഴ പെയ്തത് കൊണ്ട് തന്നെ കൂടുതലായി ഇറങ്ങുന്നത്, അതായത് പ്രത്യേകിച്ച് ചെങ്കുത്തായ കയറ്റമാണ്, അത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഇറക്കുക എന്നുള്ളത് വലിയ ദുഷ്കരമായ പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ മല ഇറങ്ങുന്നതിലും ഇന്നലെ രാത്രി നിയന്ത്രണമുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഇന്ന് രാവിലെ 3 മണി മുതലാണ് മല ഇറങ്ങി തുടങ്ങിയത്. എന്തായാലും ഉഷപൂജ കഴിഞ്ഞ് മറ്റ് പൂജകളിലേക്ക് കടക്കുകയാണ്. അപ്പോഴും സന്നിധാനത്ത് വലിയ രീതിയിൽ തിരക്ക് തുടരുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഇന്നലെ 86,000 ആയിരുന്നെങ്കിൽ സമാനമായ ഒരു കണക്ക് തന്നെ ഇന്നും, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം ഇന്നും സമാനമായി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഈ മുതിർന്ന ആളുകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ മുൻവർഷങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പരാതി ഇത്തവണ ഇല്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ പോലീസിനെ കൂടുതലായി വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ തിരക്ക് സന്നിധാനത്ത് ഇന്നും രാവിലെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. സന്നിധാനത്ത് നിന്ന് സരീഷ് PK ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.